ഹലോ ഗായ്സ്, അപ്പോൾ ദോശയോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് രാവിലത്തേക്ക് ദോശയും വെള്ളച്ചമ്മന്തിയും കടലക്കറിയാണ്. ആരുവിന് കൂടുതലും ദോശയും ഇഡ്ഡലിയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ദോശയ്ക്കുള്ള കടലക്കറിയും ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. വിച്ചു ആരും അതിനിടയ്ക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കുള്ള ചായ കൊടുത്തിട്ട് വരാം. ആരും അങ്ങനെ ചായ കുടിക്കുന്ന ശീലമില്ല. കാരണം ഞാൻ ചായ മാക്സിമം ഒഴിവാക്കുക ചെയ്യുന്നത്, കൊടുക്കാറില്ല. ഇതിപ്പോൾ വിച്ചു കുടിക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് വേണം, അങ്ങനെ ചായ ഇട്ട് കൊടുത്തതാണ്. ചായ കൊടുക്കുവാണെങ്കിൽ പുള്ളി അമൃത് പോലെ കുടിക്കും. അങ്ങനെ അത്ര ഇഷ്ടമാണ് പുള്ളിക്ക് ചായ. കുടിക്കാത്തത് കൊണ്ട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുള്ളി അതൊക്കെ ഇരുന്നിങ്ങനെ ആസ്വദിച്ച് കുടിക്കുക. ആരുവാണെങ്കിൽ പാലായിട്ട് അങ്ങനെ കുടിക്കാറേയില്ല. പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് പുള്ളിക്ക് ഇഷ്ടമില്ല. പിന്നെ ഹോർലിക്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ അവൻ കഴിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അതും താല്പര്യമില്ല, കുടിച്ചില്ല. അതുകൊണ്ട് ഞാനങ്ങനെ ചായ ഞാൻ നിർബന്ധിക്കാറില്ല. പിന്നെ പുള്ളി ഉണരുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും കുടിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കൊടുക്കും. പുള്ളിക്ക് നിർബന്ധമില്ല, നമ്മൾ കുടിക്കുന്ന കണ്ടാൽ പുള്ളിക്ക് ചായ വേണം. ആരുൻ്റെ ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. എണീറ്റിട്ടൊരു 10 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളി എന്തൊക്കെയോ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയും, എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും വിച്ചു അതൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ചായ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഗ്ലാസ് ഇതാ, ഞാൻ അടുക്കളയിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പെട്ടെന്ന് കുടിച്ചിട്ട് എനിക്ക് ഗ്ലാസ്സൊക്കെ തിരിച്ച് തന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വിച്ചുവിൻ്റെ അടുത്ത് പോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിച്ചുമായിട്ട് പിന്നെ സംസാരിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. വിച്ചു ആണെങ്കിൽ ഭയങ്കര ലാഗാണ്, ചായ കുടിച്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മൂടിക്കിടക്കുക, ഒരു മഴ പെയ്യാനുള്ള ഒരു ഇതിൽ നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരുവിന് വെയിലൊക്കെ വന്നിട്ട് കുളിപ്പിക്കാം, ഫുഡൊക്കെ കൊടുത്തിട്ട് ഇരുത്താമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ നടന്ന് പതുക്കെയാണ് കഴിച്ചത്. ഒത്തിരി സമയം എടുത്തൊന്ന് ഫുഡ് കഴിക്കാൻ. പുള്ളിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ആണെങ്കിൽ മഴയൊക്കെ ചെറുതായിട്ട് നനഞ്ഞ് ചെറിയ തുമ്മൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് വഴക്കായിരുന്നു, രാവിലെ തൊട്ട് അങ്ങ് വഴക്കായിരുന്നു. ആരും അങ്ങനെ പനി വരലില്ല. അങ്ങനെ വളരെ റയറായിട്ടേ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങൾ വരാറുള്ളൂ. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മഴയത്തൊക്കെ കളിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം കസിനൊക്കെ വന്നിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായി. ഇപ്പോൾ പുള്ളി ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം കഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇന്നലെ മഴയത്ത് പുള്ളി ഫുട്ബോളൊക്കെ കളിച്ച് നടക്കുമെന്ന്. അപ്പോൾ ഞാൻ വിളിച്ചിട്ടൊന്നും അകത്തോട്ട് കയറിയില്ല. അപ്പോൾ ഇന്നലെ തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ തുമ്മുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ ഉണ്ട്, ഇച്ചിരി വാശിയൊക്കെയാണ്. വയ്യാണ്ട് വന്നാൽ അതാ പുള്ളി ഇച്ചിരി വാശിയൊക്കെ പിടിക്കും. ഇതിപ്പോൾ ഇന്ന് രാവിലെ അപ്പച്ചിയപ്പൻ ഒരു തോക്ക് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പൊട്ടാസ് വെച്ച് പൊട്ടിക്കുന്ന തോക്കാണ്. അപ്പോൾ അത് ആരുനാണെങ്കിൽ പൊട്ടിക്കണം. ആരും വലിച്ചിട്ടത് ലോഡാവുന്നില്ല. അപ്പോൾ ആരിനത് പറ്റുന്നുമില്ല, വിച്ചുവിനെ കൊണ്ട് ചെയ്യിക്കുന്നുമില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വിച്ചു എനിക്ക് വേണമെന്ന് വെച്ച് വിച്ചുവിനെ കൊണ്ട് ചെയ്യിക്കുന്നേ ഇല്ല. വിച്ചുവിനാണെങ്കിൽ അതിപ്പോൾ പൊട്ടിക്കുകയോ വേണം. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വിച്ചു അങ്ങോട്ട് കൊടുക്കുക, കാരണം വയ്യാണ്ടിരിക്കുക, വെറുതെ വാശി പിടിപ്പിച്ച് കരയിക്കണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് സമയം സൈക്കിളിലൊക്കെ കൊണ്ടുവിടുന്ന അങ്ങനെ ഫുഡ് കൊടുക്കുന്ന സീനായി കാണുന്നത്. കാരണം ഇന്ന് ഒത്തിരി സമയം എടുത്തു, വയ്യാത്തത് കൊണ്ട് പുള്ളിക്ക് വാ തുറക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇത് പിന്നെ പുറത്തെ സീനറിയാണ്. ഇവിടെ റോഡിൻ്റെ അപ്പുറം ഇപ്പുറവും പാടമൊക്കെയാണ്. അത്യാവശ്യം വൈബാണ്. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചെറിയ വെള്ളമൊക്കെ റോഡിലുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിനെ പുറത്തൊക്കെ ഒന്ന് കറക്കി ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ആരുനാണെങ്കിൽ ഭയങ്കര വാശി, അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ചുമ്മാ ഇട്ട് ചുറ്റിക്കുമായിരുന്നു. ഇന്ന് മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു. ഇന്നാണെങ്കിൽ വിച്ചുവിന് ഓഫാണ്, അതുകൊണ്ട് പോകണ്ട. പിന്നെ വിച്ചു കുറച്ച് സമയം ആരുവിനെ സൈക്കിളിലൊക്കെ കൊണ്ടുവിടുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ പുള്ളി കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആരും മഴ വരുന്നുണ്ട്, നമുക്ക് സൈക്കിൾ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വിച്ചു കൊണ്ടുപോയി അങ്ങനെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്തു. പുള്ളി അത്യാവശ്യം ഓക്കെ ആയി, കുഴപ്പമില്ല. പിന്നെ വിച്ചുമായിട്ട് കളിക്കാന്നുള്ള മൂഡായി. പിന്നെ വിച്ചു ആരും കൂടെ അത്യാവശ്യം പുറത്തൊക്കെ നടന്ന് കളിച്ചു. ഫ്രൂട്ടി വാങ്ങിയ ഒരു പാക്ക് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആരുവിനെ അത് വീർപ്പിച്ചിട്ട് പടക്കം പൊട്ടുന്ന സൗണ്ട് ഉണ്ടാക്കി കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് വിച്ചു ഇങ്ങനെ ശല്യപ്പെടുത്തും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ വരുന്നുണ്ട്. അപ്പോൾ വിച്ചു പറഞ്ഞു നമുക്ക് അകത്ത് പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കയറുന്നേ ഇല്ല. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. പിന്നെ വിച്ചു തോക്കൊക്കെ എടുത്ത് പൊട്ടാസൊക്കെ ഇട്ട് പൊട്ടിച്ച സൗണ്ട് കേൾപ്പിച്ചു. ആരും അതൊക്കെ കേട്ട് ഓട്ടവും കളിയൊക്കെ ആയിരുന്നു. ആരും അത് കഴിഞ്ഞ് വിച്ചു ചെയ്ത പോലെ 1-2 വട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ആരും ചവിട്ടിയിട്ട് സൗണ്ടൊന്നും വരുന്നുണ്ടായില്ല. കാരണം ആൾ ചെറുതല്ലേ, അപ്പോൾ തീരെ അത്രയും ബലത്തിൽ ചവിട്ടിയല്ല സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരും അങ്ങ് ഇതായി നടക്കുന്നില്ല. പിന്നെ പുള്ളി അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ അകത്തോട്ട് കയറി പോന്നു. പിന്നെ അപ്പച്ചൻ വന്നപ്പോഴത്തേക്കും ആരുനൊരു ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട്. ലേസായിരുന്നു, ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ആരും അത് കഴിച്ച് തീർക്കണ്ടെന്ന് വെച്ചിട്ട് ആരും അങ്ങനെ ലേസും സോഫ്റ്റ് ഡ്രിങ്ക്സൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴോ
പുറത്ത് പോകുമ്പോഴോ അങ്ങനെയൊക്കെ പുള്ളി കഴിക്കാറുള്ളൂ. അല്ലാണ്ട് വീട്ടിൽ വാങ്ങലൊന്നും പതിവില്ല. അപ്പോൾ ആരും കഴിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത്രയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കഴിച്ചുകൊണ്ടപ്പോഴത്തേക്കും പുള്ളി കണ്ടു, പാക്കറ്റ് പൊട്ടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും കറങ്ങി വന്ന് അതിൽ നിന്ന് ഒന്നെടുത്തോണ്ട് പിന്നെ പോയി. അപ്പോൾ ഞാൻ വേഗം ഞാൻ കഴിച്ചു. കാരണം അല്ലെങ്കിൽ പുള്ളി വന്ന് കഴിക്കൂലെന്ന് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ അത് മുഴുവൻ കഴിച്ചു. വിച്ചുവിന് പിന്നെ ഓഫാണെന്നുണ്ടെങ്കിൽ വിച്ചുവിന് ഫുഡ് സമയത്ത് കഴിക്കുന്ന പണിയൊന്നുമില്ല. ചിലപ്പോൾ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും കഴിക്കുക. പക്ഷെ ഞാൻ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കും. അത് പണ്ടേ അങ്ങനെയാണ്. എനിക്ക് ടൈമിൽ ഫുഡ് കഴിക്കണം. അങ്ങനെ എനിക്ക് വിശക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെ പുറകെയൊക്കെ നടക്കണ്ടതല്ലേ. അപ്പോൾ ഞാൻ പിന്നെ അവർ കളിക്കുന്ന സമയത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന് പിന്നെ ആരിനെ കുളിപ്പിച്ചിട്ട് രാസ്നാദിയൊക്കെ ഇട്ടങ്ങ് കൊടുത്തു. കാരണം ചെറിയ തുമ്മലുണ്ടായെന്ന് പറഞ്ഞില്ല, ചൂടൊക്കെ കുറഞ്ഞു കേട്ടോ, പക്ഷേ തുമ്മുന്നുണ്ടായി ഇടയ്ക്കിടയ്ക്ക്. എങ്കിലും ഞാൻ കുളിപ്പിച്ചു. അങ്ങനെ രാസ്നാദിയൊക്കെ പുള്ളിക്ക് പൊതുവെ ഇങ്ങനെ രാസ്നാദി ഇടുന്ന ഇഷ്ടമല്ല. രാസ്നാദി ഇടുന്ന എന്തെങ്കിലും ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ പുള്ളിക്ക് എന്തോ ഇച്ചിരി ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പൊതുവെ കുറച്ച് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കൂട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് വലിയ അറിയില്ല, എങ്കിലും പുള്ളി വന്ന് ഹെൽപ്പാക്കും. ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ് കൊട്ടി വിരിക്കുകയാണെങ്കിൽ ഉടനെ ഷീറ്റിലൊക്കെ വന്ന് പിടിച്ച് തരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വേസ്റ്റ് ബിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. അതുപോലെ തന്നെ എന്താ പറയുക, പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അടുക്കി പെറുക്കി വെച്ച് കൊടുക്കും. അങ്ങനെ പുള്ളി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പാക്കും. എപ്പോഴും എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂടെ പുള്ളി ഉണ്ടാവും. അപ്പോൾ വിച്ചു ഇപ്പോൾ ബെഡ്ഷീറ്റ് കൊട്ടിയിരിക്കുക, അപ്പോൾ ഉടനെ വിച്ചു ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സഹായിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഫണ്ണായിട്ട് പറയാം, ഒരു 2ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് വേണം എനിക്ക് പാത്രമൊക്കെ കഴിക്കാൻ, ആരിനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിക്കണം. കുഞ്ഞിന് തൊട്ട് ട്രെയിൻ ചെയ്യിച്ചാലേ അത് റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, ആരിനെ കൊണ്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്യിക്കും എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ വിച്ചു എന്നെ വഴക്കിടും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ കൊട്ടി വിരിച്ച് ആരും വിച്ചും ബെഡിൽ കയറി കിടന്നു. കാരണം പുറത്തിറങ്ങാൻ വേറെ ഓപ്ഷനില്ല, ഭയങ്കര മഴയാണ്. അപ്പോൾ പുറത്തിറങ്ങൽ നടക്കില്ല. അപ്പോൾ ഇവന് സിറ്റ് ഔട്ട് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവൻ പുറത്തോട്ട് ചാടും. അതുകൊണ്ട് പിന്നെ ഞാൻ പറയും റൂം അടച്ചകത്ത് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞ് പിന്നെ വിച്ചു ആരും കൂടെ ഭയങ്കര കളിയും സംസാരവും ഒക്കെയാണ്. റൂമിലിരിക്കുകയെന്ന് വെച്ചാൽ ആരും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ മഴയാണ്ട് വെള്ളോട്ട് ഇറക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ എന്നോട് പറഞ്ഞു ചാരു തോക്കെടുത്തിട്ട് ചാരു എന്നെ വീട്ടിൽ വയ്ക്കുക, ഞാൻ മരിച്ചു വീഴാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം ആരുമായിട്ട് അങ്ങനെ കളിച്ചു. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോയി. എനിക്ക് കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ടായി. ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിന്നെ അച്ഛനും മോനും കൂടെ കട്ടിലൊക്കെ കിടന്നുള്ള മേടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് എനിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായില്ല. ഞാനും അവരോട് പോയി കുറച്ച് സമയം കിടന്നു. നമ്മളങ്ങനെ റൂമിൽ കിടക്കുന്ന സമയത്ത് ആ മീൻകാരൻ ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു അമ്മ മീൻ വന്നു, നമുക്ക് പോയി നോക്കാം, പൈസ എടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ മീൻ പോയി നോക്കി. മത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മത്തിയാണ് വാങ്ങിയത്. അങ്ങനെ മീനൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുന്നു വീട്ടിലോട്ട്. അപ്പോൾ ആരുവിന് പൊതുവെ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ആരുവിന് മീനാണ് കൂടുതൽ ഇഷ്ടം. ആരുവിന് പുറത്തിറങ്ങാൻ കിട്ടിയ സമയമായതുകൊണ്ട് ആരും അങ്ങനെ ഹാപ്പിയായി. പിന്നെ നമ്മൾ കുറച്ച് സമയം പുറത്തൊക്കെ സൈക്കിൾ ഓടിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് തന്നെ പോകുന്നു. പിന്നെ ഷൂസൊക്കെ ഇടുക. കാരണം വിച്ചുവിനോട് പറയുന്നുണ്ട് വീടിൻ്റെ പുറകിലൊരു പേരമരമുണ്ട്, അപ്പോൾ അതിൽ നിന്ന് പേരൊക്കെ പറിക്കാം. വിച്ചു എന്നെ സൈക്കിളിൽ കൊണ്ടുപോകും, നമുക്ക് സൈക്കിളിൽ പോയി പറിക്കാം, സൈക്കിളിൻ്റെ കൊട്ടയിൽ വെച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വിച്ചുവിനെ സോപ്പിടും. അപ്പോൾ വിച്ചു പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ചെരുപ്പിട്ടിട്ട് വായോ, കാരണം പുറകിലൊക്കെ അഴുക്കാം, ചെരുപ്പിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പുള്ളി ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയി. പേരൊക്കെയൊക്കെ പഴുത്തോ വലുതായോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. പിന്നെ ലാസ്റ്റ് വിച്ചു ആരുന്നൊരു പേരൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്നാൽ ഇത് പറിക്കുന്നൊക്കെ പറഞ്ഞ് പുള്ളിനെ കാണിച്ചു. പുള്ളിക്ക് തന്നെ പറിക്കണം. അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് വിച്ചുവിനോടതാ നമുക്ക് സൈക്കിളിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. ആരുവിന് പേരയ്ക്ക ജാമ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് പുള്ളി. അപ്പോൾ അതൊക്കെ കൊട്ടയിൽ കൊണ്ടുവച്ച് നമ്മൾ വലിയ ആൾക്കാർ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണിക്കുന്ന പോലുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ കൊട്ടയിലൊക്കെ എടുത്ത് വെച്ച് വാവിച്ചു പോകാം, വണ്ടി എടുക്കുക, വളയ്ക്കെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുക. കാരണം പുള്ളിക്ക് വീട്ടിൽ പോയിട്ട് അത് കഴിക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ മഴ പെയ്തു. നമ്മളപ്പോൾ വേഗം ഓടി അകത്ത് കയറി. വിച്ചു പിന്നെ വേഗം അത് കട്ട് ചെയ്ത് ആരും കൊടുത്തു. ഒത്തിരി പഴുത്തിട്ടില്ലായിരുന്നു, എങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു പരുവായിരുന്നു. അങ്ങനെ ആരും കഴിച്ചു, ഞാനും വിച്ചും എല്ലാവരും കഴിച്ചു. ആരും പിന്നെ കുറച്ചധികം സമയം എടുത്താണ് അത് കഴിച്ചത്. കാരണം പേരക്കയുടെ കുറച്ച് ഷോർട്ട് ടൈം ആയിരുന്നു. പുള്ളിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതൊക്കെ എല്ലാവരെയൊക്കെ കാണിച്ച് പതുക്കെയൊക്കെ പുള്ളി കഴിക്കത്തുള്ളൂ, സമയം എടുത്തേ കഴിക്കുള്ളൂ. പിന്നെ പുള്ളി വീടിന് ചുറ്റുമൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നൊക്കെ പതുക്കെ അത് കഴിച്ച് തീർത്തു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ പായസമാക്കാമെന്ന് വിചാരിച്ചിട്ട് സേമിയ ഒരു പാക്കറ്റ് എടുത്ത് നുറുക്കി വെക്കുക. അപ്പോൾ ആരും അവിടെ വന്ന് നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. സഹായിക്കുമല്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഉപദ്രവിക്കുമായിരുന്നു. എല്ലാം ചുമ്മാ തറയിലൊക്കെ വാരിയിട്ടു, അങ്ങനെ ഓരോ പണിയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, കാരണം പുള്ളിക്ക് ചെറിയ ചൂട് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നേ. ഇനി പനി ആവാനാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് വഴക്കാക്കിയൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം അവിടെ ചുറ്റിപ്പറ്റി വന്നിട്ട് ഞാൻ പിന്നെ നൈസായിട്ട് അടുക്കളയിലോട്ട് എടുത്തുകൊണ്ട് പോയി. ഇല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല, ഫുള്ള് താഴെക്കളയെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അനങ്ങാണ്ട് അടുക്കളയിലോട്ട് പോയി. പിന്നെ ആരും ചെറുതായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഉറക്കം വരുമ്പോഴും കൂടുതലും വഴക്കുണ്ടാക്കും. അപ്പോൾ ഞാൻ വിളിച്ച് ഫുഡ് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിയാണ് കൊടുക്കണം, കാരണം വയ്യാത്തതുകൊണ്ട് കഞ്ഞിയും പയറും കൂടിയാണ് കൊടുത്തത്. അപ്പോൾ വിച്ചു പാട്ടൊക്കെ വെച്ച് കൊടുത്തേക്കുക, ആവേശത്തിലെ ഇല്ലുമിനാറ്റി ആ സോങ്ങൊക്കെ ഇട്ട് കൊടുത്തേക്കുക. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കഴിക്കണുണ്ട്.
അപ്പം അങ്ങനെ കുറച്ചേ കൊടുത്തുള്ളൂ, നിർബന്ധിച്ചില്ല, കാരണം തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വലുതായിട്ട് നിർബന്ധിച്ച് കൊടുക്കണ്ട, കഴിക്കുന്ന അത്രയും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ആരുവിനാണെങ്കിൽ ചൂടിങ്ങനെ വന്നും പോയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ വൈകിട്ട് വയ്യാണ്ട് വന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അങ്ങനെ കാണാമെന്ന് വെച്ചിരിക്കുക, റെഡിയായിരിക്കുക. പക്ഷെ ഭയങ്കര മഴയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ.